നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും നമ്മൾ യാത്ര തുടർന്ന് ഇവിടെ എല്ലാം ഇപ്പോഴും വീടുകൾ കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം അധികം ദൂരമില്ല, മാപ്പിൽ കാണിക്കുന്ന നമുക്ക് കുറച്ചുകൂടെ ഉള്ളൂ ദൂരം, ഒരു 150 മീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അറിയാൻ പറ്റും എവിടെ ആ സ്ഥലം എന്നുള്ളത്. വീണ്ടും നമ്മളൊരു ചെറിയ മലയുടെ മണ്ടയ്ക്കൂടെയാണ് പോണേ. എവിടുന്നാടാ? അവിടുന്ന് ഓട്ടോയൊക്കെ കിടക്കുന്നില്ലേ? ആ ഓക്കെ, എന്നാ നീ ആര് പറഞ്ഞു അവിടെ തിരിച്ചു പോകുമ്പോട്ടാണ്. അവിടെ നീ ഓഫീസ് കണ്ടോ? അപ്പൊ അവിടെ അറിയാം വ്യൂ അല്ലേ, അവിടെ എല്ലാം വീഡിയോ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ വീഡിയോ രസമുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ. ഞങ്ങൾ വന്നപ്പം കണ്ടതാണ് ഹിറ്റാച്ചി ഒരു വണ്ടിയെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആരുടെയും ഒന്ന് ചോദിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ അവർ അതിൻ്റെ ഇടയ്ക്ക് തിരക്കായതുകൊണ്ട് നമ്മളിപ്പോൾ ചോദിക്കുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ വിചാരിച്ചു. അപ്പുറം വഴി പോകാനല്ലോ. അതെ, 5 മിനിറ്റ് കൊണ്ട് വേണ്ട. നേരെ കോൺഗ്രസ് റോഡുണ്ട്. ഓക്കെ, താങ്ക്സ്. ഇവിടെ നിന്ന് നടന്നു പോകണം കേട്ടോ. ഓക്കെ, ആ പോയിന്റ് ചെയ്യുന്നു. അടിപൊളി പ്ലേസ്, കാണാൻ അടിപൊളിയല്ലേ. തേയിലത്തോട്ടത്തിലൂടെ ഇനി കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. ഒരു സ്പോട്ട് കിട്ടി. അതെ, നമുക്ക് എല്ലായിടത്തും പോയായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനും കുറേ പ്ലേസ് ഇവിടെ. അടുത്ത് ഇനി ഒരു ക്യാമറ എടുക്കണം. വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. ഇവിടെ ചൂടുണ്ടല്ലോ, ഇത് ഊരിയപ്പം ചൂട്. ഇത് ഊരിയപ്പോഴേ തലയിൽ ആവി ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്, അടിപൊളി തണുപ്പാണ്. കാലാവസ്ഥയുടെയും കൂടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മൊത്തം ഒരു എസ്റ്റേറ്റാണ്. എസ്റ്റേറ്റിനകത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എസ്റ്റേറ്റിനകത്താണ് നിൽക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നില്ല, ആണോ? തിരികെയല്ലേ, ഇവിടെ വൈകിട്ട് കാണിക്കാം. നമ്മൾ ഒരു എത്ര മണിക്ക് ഇറങ്ങിയതാ? 7:15 ഞങ്ങൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ഇപ്പോൾ സമയം 10 ആയി. 10 ആയപ്പോൾ ഞങ്ങളിവിടെ വന്ന് കാണാൻ പറ്റുന്നുണ്ടോ? 10 ഈ സമയത്ത് ഞങ്ങളിവിടെ എത്തി. കിഡു പ്ലേസ് ഉണ്ടോ?
ഇങ്ങനെ കാണിക്കുന്നത്. നേരെയാണോ? നേരെയല്ലേ? നേരെ തന്നെ കാണിക്കാം. മരമാണ്, പൈൻ മരമാണ് കേട്ടോ ഇത് കാണാൻ. പക്ഷെ അതിൻ്റെ നേരെയല്ലേ പോകുന്നത്, മിക്കവാറും പൈൻ മരമാണ്. പക്ഷെ ഇത് കണ്ടോ, സൈഡിലോട്ട് 2 മരമായിട്ട് വേർവിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടോ നല്ല രസമുണ്ട് കാണാൻ. ആ കിളികൾ തുറന്നതാണ്. ഈ വഴി നേരെയാണ് നമുക്ക് പോകണ്ടേ. ഓക്കെ, കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോവാം. ഇത് പച്ച നിറഞ്ഞ തേയിലത്തോട്ടം, അടിപൊളി രസമുണ്ട് കാണാൻ അല്ലേ. കൃഷ്ണ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കുകയാണ്. ഇത് കുട്ടിക്കാനം തെപ്പുകുളം ലാഡ്രാം എസ്റ്റേറ്റ് ആണ് കേട്ടോ. ഹൈറേഞ്ചിന്റെ സൗന്ദര്യത്തിൽ സുന്ദരമായ കാഴ്ചകൾ നൽകുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. കുട്ടിക്കാനത്തെ ഈ ഏരിയയിലെ ഏറ്റവും വലിയ തേയിലത്തോട്ടം കൂടാണിത്. ചാർലി സിനിമയോടുകൂടിയാണ് ഇത് വളരെ പ്രശസ്തമാണ് ഈ ഏരിയ കേട്ടോ. 2 സൈഡിലും മരങ്ങളും പിന്നെ വെള്ളവും കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ഒരു സീനുണ്ടല്ലോ. ആ ഒരു പോയിന്റ് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് നടക്കുകയാണ്. നടക്കട്ടെ. ഇവിടെ മഴക്കാലം ആകുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞ വിട്ട് ഡിസംബർ മാസം ആ സമയത്തൊക്കെ ആകുമ്പോൾ മഞ്ഞുള്ള സമയങ്ങളിലാണ് കൂടുതലും പേര് വരാറുള്ളത്. ഇവിടെ വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാർലി പോയിന്റിൽ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. സൂപ്പർ വ്യൂ. ഈ വഴി കയറിപ്പോയി കഴിഞ്ഞാൽ അടിപൊളി വിഷ്വൽ കാണാൻ പറ്റും കേട്ടോ. തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിക്കുന്നു. ആകാശം മേഘാവൃതമാണ് കണ്ടോ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ പെയ്തിട്ടില്ല ഇതുവരെ. പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയാം. ഇത് പ്ലേസ് ആണ് കേട്ടോ. ലൊക്കേഷൻ ഹണ്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം. അവര് ഇങ്ങനെയുള്ള പ്ലേസൊക്കെ കണ്ടുപിടിക്കുന്നവരാണ്. വളരെ ശാന്തമായ ഏരിയയാണ് കേട്ടോ. ഇവിടെ ഒന്നും അടുത്ത് വീടുകളില്ല, ഒന്നുമില്ല. നല്ല രസമുണ്ട് കാണാനും, അടിപൊളി. എവിടേക്കാ? ഫോട്ടോസ് എടുത്ത് കേട്ടോ. കിഡ് പ്ലേസിലാണ്.
ചാർലി പോയിന്റ്. ഇവിടാണ് ആ പോയിന്റ്. ഈ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇവിടെ വെള്ളമൊന്നുമില്ല, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചാർലി പോയിന്റിൽ കറക്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇവിടെ ഒരു പട്ടിയാണ് കേട്ടോ, ഇവിടെ ആരെങ്കിലും വളർത്തുന്ന പട്ടിയായിരുന്നു കേട്ടോ, കുട്ടി. നല്ല കാലാവസ്ഥ, സൂപ്പർ വ്യൂ, ശാന്തമായ ഏരിയ ഇല്ലയോ? ഒരനക്കം പോലെയില്ല, കിളികളുടെ ശബ്ദം മാത്രം, ചെറിയ കാറ്റ്.